ഇന്നത്തെ നമ്മുടെ അതിഥിയിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ രസകരമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു അതിഥിയാണ്. പേഴ്സണൽ ഗ്രൂമിങ്ങിൽ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കാലമാണിത്. അതിപ്പോൾ സ്കിന്നാവട്ടെ, മുടിയാവട്ടെ, നഖങ്ങളാകട്ടെ, ആ നഖങ്ങളിൽ കലാവിരുദ്ധൊരുക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇന്ന് നമുക്കൊപ്പം ന്യൂസ് 3യിൽ അതിഥിയായി എത്തുന്നത്. താരാദേവി. പ്രൊഫഷണൽ എന്നല്ല, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് വളരെ ബോധപൂർവമാണ്. കാന്താര ഇപ്പോൾ വലിയ ഹിറ്റായിട്ട് നിൽക്കുകയാണോ? കാന്താരയുടെ ആദ്യ പാർട്ട് പുറത്തിറങ്ങിയ സമയത്ത് കാന്താരയിലെ തെയ്യത്തിൻ്റെ രൂപം നഖങ്ങളിൽ എഴുതി വേൾഡ് റെക്കോർഡ് ഒരെണ്ണം സ്വന്തമാക്കിയ കലാകാരി കൂടിയാണ് താര. താര, വളരെ സന്തോഷത്തോടെ സ്വാഗതം ന്യൂസ് 3യിലേക്ക്. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പേഴ്സണൽ ഗ്രൂമിങ് അതിപ്പോൾ ഈ പറഞ്ഞ ഏതായാലും, ഹെയർ ആയാലും നെയിൽസ് ആയാലും ഫേസ് ആയാലും ഒക്കെ ആളുകളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സമയമാണ്. മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കല്യാണമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴായിരിക്കും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കുക കൂടി ചെയ്യുന്നത്. ഇപ്പം അതല്ല, വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരു കാലത്താണ് നെയിൽ ആർട്ട് എന്നൊക്കെ പറയുന്നതിന് വളരെ ശ്രദ്ധ വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം തന്നെ നടന്ന ഒരാളാണ് താര. എങ്ങനെയാണ് ഈ നെയിൽ ആർട്ടിലേക്ക് താര വന്നത്? നെയിൽ ആർട്ടിലേക്ക് വന്നത് മേക്കപ്പിൻ്റെ ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് പറയണം. എൻ്റെ കല്യാണം 21ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. നോർമലി എല്ലാ പെൺകുട്ടികളെയും പോലെ എന്ന് പറയാം. 12 വർഷം വീട്ടമ്മയായിട്ടിരുന്നു. അപ്പോഴും ചെറിയ തോതിൽ കട്ട്ലറ്റും കേക്കും ഒക്കെ ഉണ്ടാക്കി വരുമാനം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് വിചാരിച്ചു ഞാനൊരു കാറ്ററിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് ഹാർട്ടിന് ഒരു ചെറിയ പ്രോബ്ലം വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടുകാരല്ലേ, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫ്രെയിം ചെയ്ത് ചുവരി തൂക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. അങ്ങനെ ഞാൻ തന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകുമെന്ന് തോന്നി തുടങ്ങിയപ്പം മേക്കപ്പ് പഠിക്കാൻ പോയി. മേക്കപ്പിൻ്റെ ഫീൽഡിൽ നിന്നാണ് നെയിൽസ് എന്നൊരു സെക്ഷൻ ഉണ്ട് എന്നറിയുന്നത്. ഇത് 2019. ഇതിന് മുന്നേ ഇതുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടെക്നോളജീസ് ആരും പഠിച്ച് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം. അവിടെ നിന്ന് ഒരിടത്ത് വർക്ക് ചെയ്യുകയും പിന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയും, അതിനു മുന്നേ ഞാനൊരു ഒരു കോട്സ് പറഞ്ഞോട്ടെ, റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ ആർക്കും ഒന്നും നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞ വാക്യങ്ങളുണ്ടല്ലോ. ആ വാക്യത്തിൻ്റെ പുറത്താണ് ഞാനും ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കോവിഡിൻ്റെ ഫസ്റ്റ് വേവ് റിലീസിലാണ് ഞാൻ ഡി ആർട്ടിസ്ട്രി എന്ന എൻ്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 3 ക്ലയൻസ് ആയിരുന്നു ആദ്യത്തെ മാസം ഉണ്ടായിരുന്നത്. അവരിൽ നിന്ന് പറഞ്ഞും അറിഞ്ഞും കേട്ടും കണ്ടും ഒക്കെയാണ് ആൾക്കാർ വർക്കിന് വരാൻ തുടങ്ങിയത്. കൂടുതലും വിദേശത്തുള്ളവർ. അവരിതൊരു കൾച്ചറായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവിടെ നിന്നാണ് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ താര, നമുക്കറിയാം, ഇപ്പം താര പറഞ്ഞ ആ വാചകം വളരെ കറക്റ്റാണ്. ഇപ്പം പുറത്തുള്ളവരാണെങ്കിൽ അവർ ഈ നെയിൽ ഗ്രൂമിങ് അല്ലെങ്കിൽ വളരെ വൃത്തിയായി നഖങ്ങൾ കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു ആവശ്യകത, അത് അവരെ സംബന്ധിച്ച് ഒരു സാമൂഹ്യപരമായിട്ടും കൂടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലാവട്ടെ അങ്ങനെ ഒന്നിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എത്രയോ കാലം നമുക്കറിയാം, ഒരു നെയിൽ പോളിഷ് ഇടുന്നതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടിയ നെയിൽ ഗ്രൂമിങ്. ഒന്ന് നഖം വെട്ടുന്നു, ഇത്തിരി നെയിൽ പോളിഷ് ഇടുന്നു. അത് തന്നെ ഇപ്പോൾ നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, അയ്യോ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ കഴിഞ്ഞിട്ടുള്ള ജനറേഷനാണ് നമ്മുടേത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർ റണ്ണർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കറിയാം, ഇപ്പോൾ താര അത് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ നെയിൽ സ്റ്റുഡിയോസിനെ പറ്റിയൊന്നും ആളുകൾ കേട്ടു തുടങ്ങിയില്ല. വെറും ആഡംബരം, അഹങ്കാരം എന്നൊക്കെ പറയാനാണ് സാധ്യത, അല്ലേ? ആ അനുഭവം ഉണ്ടോ? അതെ, ഉണ്ട്. ഞാനിങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ഇപ്പോൾ ഒരു 5 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഹസ്ബൻഡും കാരണമാണ്. വീട്ടിൽ കയറി വരുന്ന മരുമക്കൾ ശമ്പളം കൊടുക്കാത്ത വേലക്കാരികളല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മായിയമ്മ 20 വർഷം മുന്നേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ചോദിച്ച ഞാൻ ആദ്യം നേരിട്ട ചോദ്യം, ക്യൂടെക്സ് ഇടാൻ ആരെങ്കിലും ഒരു സലൂണി വരൂ, അതിനൊരു കട തുറക്കൂ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കഷ്ണം ഒട്ടിച്ചു വെക്കാനായിട്ട് ആരെങ്കിലും നിൻ്റെ അടുത്ത് വരുമോ? ഇത് എത്ര നാൾ നിനക്ക് കൊണ്ടുപോകാൻ പറ്റും? ഒരു സപ്പോർട്ടിനപ്പുറം ചോദ്യങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ, ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരുപാടുണ്ടായിരുന്നത്. ഒരു നെയിൽ ആർട്ടിസ്റ്റായ അല്ലെങ്കിൽ ഒരു നെയിൽ ടെക്നീഷ്യനായ ഞാൻ പറയുന്നു, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറച്ച് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന സാധനം നെയിൽസാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ നഖത്തിലോട്ടൊന്ന് നോക്കി, എത്ര പേര് നെയിൽ കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ നഖം വളർന്നു കേട്ടോ എന്ന് ആരെങ്കിലും പറയാം, അയ്യോ ശരിയാണ് ഇതൊന്ന് കട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മെനിക്കോ പെഡിക്യൂർ എന്ന് പറയുന്നത് ഒരു അത്യാഡംബരത്തിൻ്റെ ഭാഗമാണ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, അവർക്ക് അതിൻ്റെ പ്രയോജനമുണ്ട്. ഇപ്പോഴും മെനിക്കോ പെഡിക്യൂർ എന്തിന്, ഒന്ന് തേച്ച് കഴുകിയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന്
ഒരു പരിധി വരെ ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷങ്ങളിൽ ബ്രൈഡ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം ബ്രൈഡ് മെയ്റ്റ്സും കുടുംബത്തിലുള്ളവരും ഫാമിലി മൊത്തമായിട്ടും ഒക്കെ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതിന് നമ്മുടെ ക്യാമറ ടീമിനെയാണ് പറയേണ്ടത്. കാരണം ഓരോ ഷോട്ട്സും പ്രിസൈസ് ആയിട്ട് എടുക്കുമ്പോൾ വിരലുകളിൽ വരുമ്പോൾ മെഹന്തി പോലെ തന്നെ നെയിലും ഒരു എന്തോ പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും ചെയ്യുന്ന നിലയിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു അവയർനെസ് കൊണ്ടുവരാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കഷ്ണം ഒട്ടിച്ച് വെക്കുന്നതല്ല എന്നൊരു അവയർനെസ് കൊണ്ടുവരാൻ ഒരു പരിധി വരെ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സാധാരണ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിൽ ഈ വെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു വിമുഖത. ഇതിപ്പോൾ ഇത്രയും പൈസ കൊടുത്തത് പോയി ചെയ്ത് തിരിച്ചു വന്ന് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നതെന്നായിരിക്കും ആദ്യത്തെ ചിന്ത, എൻ്റെ ഉൾപ്പെടെ ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് എത്ര സമയം നിൽക്കും, അതെങ്ങനെയാണ് ശാസ്ത്രീയമായി ചെയ്യേണ്ടത്, ഇതൊന്നും അറിയാത്തത് കൊണ്ടും കൂടി ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു ധാരണ വളരെ വൈകിയാണ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനോ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. ആകെ വരുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെയും തെറ്റായ ഒരു ധാരണ നെയിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ കുന്തം പോലത്തെ നഖം വെച്ചുകൊണ്ട് നടക്കുക എന്നാണ്. അതല്ല, 10 വിരലും കാഴ്ചയിൽ ഒരു ഭംഗി ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മുടെ വിരലിൽ നിന്ന് ആ ഫ്ലഷിൽ നിന്ന് തൊട്ട് മുകളിൽ വരെ നമുക്ക് ഉള്ള ലെങ്തി വരെ ചെയ്യാം. അവരവർക്ക് എങ്ങനെയാണോ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ആ ലെവലിന് നമ്മൾ ഇത് ചെയ്താൽ മതി. ഇത് ചെയ്തതുകൊണ്ട് അടുക്കള ജോലി ചെയ്യാതിരിക്കുമോ അങ്ങനെ ഒന്നുമില്ല, എല്ലാ ജോലികളും ചെയ്യാം. 1-2 റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നഖം കൊണ്ട് മാത്രം സ്ട്രെയിൻ കൊടുത്തൊന്നും ചെയ്യരുത്, അത് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇപ്പോൾ പൊതുവേ ഉണ്ടായ മാറ്റം നമ്മൾ പറഞ്ഞതുപോലെ ആളുകൾ ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതൊരു നമ്മുടെ വൃത്തിയുടെയൊക്കെ ഒരു ലക്ഷണം കൂടിയാണ് നല്ല നെയിൽസ്, നല്ല വെൽ ഗ്രൂംഡ് നെയിൽസ് എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ ഇയാളെ തന്നെ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഇപ്പം ആളുകൾക്കൊരു ധാരണയുണ്ട്. അതെങ്ങനെയാണ് ഡിയാർട്ടിസ്ട്രിയിൽ പ്രതിഫലിക്കുന്നത്? അത്യാവശ്യം നല്ല പൈസയൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഇന്ന് ഒരു സെലിബ്രിറ്റി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, പാഷൻ ഇതുവരെയും ബിസിനസ് ആക്കിയില്ല അല്ലേ എന്ന്. ഏറ്റവും മിനിമൽ എമൗണ്ട് വാങ്ങുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ സംഭവം എല്ലാവർക്കും എത്തിക്കണം. ആര് കണ്ടാലും ഇപ്പം സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ നഖം കാണുമ്പോൾ നമുക്കും ഇതുപോലെ ചെയ്യണം, പക്ഷേ ഇത്രയും പൈസയാവും എന്നുള്ള ചിന്ത. ഒരു സ്ത്രീക്ക് മിനിമം എമൗണ്ട് ചിലവാക്കാൻ പറ്റുന്ന റേഞ്ചേ ഞാൻ പൈസ മേടിക്കുന്നുള്ളൂ. ഇതുവരെയും എൻ്റെ പാഷൻ ഞാൻ ബിസിനസ് ആക്കിയിട്ടില്ല. ഒരു വീട്ടമ്മയായിരുന്നത് കൊണ്ടായിരിക്കണം ഞാൻ എൻ്റെ സലൂണിൽ ഒരു റേറ്റ് ഇടുമ്പോൾ ആലോചിക്കുന്നത് ഞാൻ ചെയ്യുമോ, ആ റേറ്റിന് ഞാൻ ചെയ്യുമോ, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ വിദേശികളെന്ന് പറയുമ്പോൾ അവരൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നെയിൽസ് അവർക്കൊരു കൾച്ചറാണ്. നമുക്കാണ് അയ്യോ നഖം ചെയ്യണം, ഒരു കല്യാണത്തിന് പോകുമ്പം ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പം ചെയ്യാം. അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കൈയാണ് ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അത് നെയിൽ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. താര ഒരു ബിസിനസ് വുമൺ എന്ന നിലയ്ക്ക് മാത്രമല്ല സംസാരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മേക്കപ്പ് ആയാലും നെയിലാർട്ടായാലും അതൊരു ആർട്ടാണ് എന്നത് അംഗീകരിച്ചേ മതിയാവും. അങ്ങനെയാണ് അവാർഡുകൾ ഒരുപാട് നേടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ഈ വേൾഡ് റെക്കോർഡാണ്. പ്രത്യേകിച്ച് കാന്താര ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഇറങ്ങിയിരിക്കണ ഈ ഒരു സമയത്ത് അത് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാന്താരയിലെ അഞ്ചുരുളി തെയ്യത്തിനെ നഖങ്ങളിൽ പതിപ്പിച്ചിട്ടാണ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വേറെ എന്തൊക്കെ ചെയ്യാം, ഒരു തെയ്യത്തിന് ഒരു നെയിലിൽ വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര പണിയുള്ള കാര്യമാണ്. എന്തായിരുന്നു അങ്ങനെ ഒരു സാഹസത്തിന് മുതിരാൻ കാരണം? ബോറടി. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ദിവസം വർക്കൊന്നുമില്ലാതെ ബോറടിച്ച് നിന്നപ്പം എൻ്റെ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചുവരിൽ ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ട്. ഒരു നെയിൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം. ഇതിനെങ്ങനെ നെയിലിലേക്ക് കൊണ്ടുവരാം എന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത്. ഇതിന് മുന്നേ കഥകളിയും തെയ്യവും ഒക്കെ നെയിൽസിൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് ഫേസ് നെയിൽസിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ സൈഡിലോട്ട് പോകും, ചൈനക്കാരെ പോലെ ആയിപ്പോവും. അപ്പോൾ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം അതൊന്ന് ആർട്ടിൻ്റെ പേജസിലൊക്കെ കയറി അതൊന്ന് സെർച്ച് ചെയ്തു, നമുക്ക് എങ്ങനെ കണ്ണിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത്. ആ സമയത്ത് എനിക്കൊരു സ്ക്രീൻഷോട്ട്, ഒരു റീലിൽ നിന്ന് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ റെഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചങ്ങ് ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തു എന്നതാണ് സത്യം. അതൊരു വേൾഡ് റെക്കോർഡിൽ കൊണ്ടെത്തിക്കും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അത് ഈശ്വരൻ്റെ ഒരു കടാക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തായിരുന്നു ആ റെക്കോർഡ്? ഒരു മണിക്കൂറിനകത്ത് ഒരു മണിക്കൂറിൽ സിംഗിൾ ബ്രഷ് യൂസ് ചെയ്ത് 5 നെയിലിൽ കാന്താര പഞ്ചുരുളി തെയ്യത്തിൻ്റെ ഫേസ് വരച്ചതിനായിരുന്നു ആ റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടിയത്. ഇത് ഫേസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പം അത് റെക്കോർഡിക്കലി അല്ല, പക്ഷേ എനിക്കെന്തോ അതൊന്ന് റെക്കോർഡ് ചെയ്തെടുത്ത് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ തോന്നി. അങ്ങനെ ആ ഒരു
എഫേർട്ട് എടുത്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡറായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ഒരു വലിയ ആഗ്രഹം കൂടിയുണ്ട് അല്ലേ? ഒരു വലിയ ആഗ്രഹം കൂടിയാണ്. ഇതുവരെ ഋഷഭ് ഷെട്ടി സാറിനെ അറിയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു സാധാരണക്കാർക്ക് എത്തിപ്പെടാനുള്ള എന്താ പറഞ്ഞ ഒബ്സ്റ്റക്കിൾസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഞാൻ ഒരുപാട് ഒരു വീട്ടമ്മയിൽ നിന്ന് എന്നെ വേൾഡ് റെക്കോർഡ് എത്തിച്ചത് ഋഷഭ് ഷെട്ടി സാറാണ്. സാർ അങ്ങനെ ഒരു സിനിമ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഒരു രൂപം വരയ്ക്കുക പോലും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു എഫേർട്ട് നോക്കത്തും പോലും ഇല്ലായിരുന്നു. ഇനി ഇതുപോലത്തെ സാഹസ ചിന്തകൾ ഇനി ഉള്ളിലുണ്ട്. ഉണ്ട്. വേൾഡ് റെക്കോർഡ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നമുക്കൊന്ന് ഗിന്നസ് ട്രൈ ചെയ്തൂടെ എന്ന് തോന്നൂലേ? അതുപോലെ തന്നെ ഇതല്ലാതെ 20 നാഷണൽ ലെവൽ അവാർഡ്സും 2 ഇൻ്റർനാഷണൽ അവാർഡും ഉണ്ട് എൻ്റെ പേരിൽ. അപ്പോൾ എന്താ പറയുക, അത് പാഷനെ ഏറ്റവും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രം നടന്നൊരു കാര്യമാണ്. എൻ്റെ 5 വർഷം ഞാൻ 5 വർഷവും പാഷൻ്റെ പുറകെ തന്നെയായിരുന്നു. എൻ്റെ ഫാമിലി ആയാലും മക്കളായാലും അതിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം മെൻ്റലി ഫ്രീ ആയിരിക്കണം. സാധാരണ നെയിൽസ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ആർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ തെച്ചിപ്പൂവൊക്കെ നെയിലിൽ ഇൻബിൽട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു കല്യാണത്തിന് എല്ലാം തെച്ചിപ്പൂവിൻ്റെ തീം, ഓർണമെൻറ്റ്സ് വരെ പറഞ്ഞ് അങ്ങനെ ചെയ്യിച്ചു. മൊത്തം ഈവൻസ് എല്ലാം തെച്ചിപ്പൂ, അങ്ങനെ ഡ്രസ്സൊക്കെ അങ്ങനെ. അപ്പോൾ ആ കുട്ടിക്ക് നെയിലിൽ വരച്ചു കൊടുക്കുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തെച്ചിപ്പൂ എത്തിച്ചു തന്നാൽ ഞാൻ അത് അകത്ത് വെച്ച് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നഖത്തിനകത്ത് ഇൻബിൽട്ട് ചെയ്ത് അങ്ങ് ഒരുക്കി കൊടുത്തു. ഇതുപോലത്തെ ഇങ്ങനത്തെ വ്യത്യസ്തമായ മറ്റ് ആഗ്രഹങ്ങളുമായി വന്ന ക്ലയൻസ് ഉണ്ടാവുമല്ലോ, എന്തൊക്കെയത്? തീരെ നഖമില്ലാത്തവർക്കാണെങ്കിലും നഖം കടിച്ച് അങ്ങ് അറ്റമാക്കി വെച്ചിട്ടുണ്ട്. എൻഗേജ്മെൻ്റ് ആകുമ്പോഴാണ് ചിന്തിക്കുന്നത് ഇതിനെപ്പറ്റി. അയ്യോ, വിരലിൽ മോതിരം എങ്ങനെ ഫോട്ടോ എടുക്കും? അങ്ങനെ നഖം ഡാമേജ് ആയി പോയവർക്കൊക്കെ നമ്മൾ ഇതുപോലെ, ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാവുന്ന ഒരാളുടെ നെയിൽ ചെടിച്ചട്ടി വീണ് അത് മോസ്റ്റ്ലി ഡെഡായി. ആ ഡെഡായ നെയിൽ 1.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് വളർത്തി നോർമലാക്കി എടുത്തു കൊടുക്കാൻ പറ്റി. അത് ആ ക്ലയൻറ്റും സഹകരിച്ചുകൊണ്ടാണ്. പറയുന്ന സമയത്ത് തന്നെ വന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് നോക്കി ഡാമേജ് ഒന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തി പിന്നെയും റീകൺസ്ട്രക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു 1.5 വർഷം കൊണ്ട് ആ നെയിൽ പ്രോപ്പറായിട്ട് വളർത്തിയെടുത്ത് കൊടുക്കാൻ പറ്റി. ഒരു സാധാരണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ആഗ്രഹങ്ങളുള്ളവർക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. 2 തരത്തിലാണല്ലോ. ഒന്നുകിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിൽസ് വെക്കും, അല്ലെങ്കിൽ ജെൽ പെയിന്റ് പോലെയുള്ള കാര്യങ്ങളിട്ട് നമ്മൾ നെയിലിനെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്തിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കും. ഇത് പൊതുവേ ഈ 2 തരത്തിലാണല്ലോ. ഇത് നഖത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ചില സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകളുടെ നഖം ഇതിന് ശേഷം ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ നെയിൽസോ ഒക്കെ ചെയ്തതിന് ശേഷം ഭയങ്കര ഒരു ആരോഗ്യമില്ലാത്ത പോലത്തെ നഖങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു നെയിൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഞാൻ പറയാം 100% ഡാമേജ് ആവും. ഇപ്പം എല്ലാവരും ഞെട്ടിയില്ലേ? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന സമയത്തും ഇത് ഇളക്കുന്ന സമയത്തും പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽ ബെഡിൻ്റെ ലെയേഴ്സ് പോവും. നോർമലി നമ്മുടെ സ്കിന്ന് പോലെ തന്നെ 7 ലെയർ ഉണ്ട് നഖത്തിന്. നമ്മളിപ്പം മെഷീൻ ഉപയോഗിച്ചാണ് നെയിൽ ബെഡിൽ ബഫ് ചെയ്യുന്നതെങ്കിൽ 1 or 2 ലെയർ പോവും. അതിന് പകരം ഹാൻഡ് ബഫേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ സേഫസ്റ്റ് സൈഡാണ് നോക്കുന്നത്. ക്ലയൻറ്റിൻ്റെ നെയിൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫീൽഡ്, ഒരു ഇതിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. തിരിച്ച് ഇളക്കുമ്പോഴും ഇത് സോക്ക് ഓഫ് ചെയ്ത് ഭയങ്കര സോഫ്റ്റായിട്ട് നെയിൽ ബെഡ് കേട് വരാതെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ചോദിച്ചില്ലേ സ്കിൻ ഫ്രണ്ട്ലി ആണോ പ്രോഡക്ട്സ് എന്ന്? ഞങ്ങൾ എല്ലാ പ്രോഡക്ട്സും സ്കിൻ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ വന്നു നെയിൽ ജെൽസൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞു. ഈ TPO അത് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡോക്ടേഴ്സ് പല്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഞങ്ങൾ കൈ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ ജെല്ലെന്ന് പറഞ്ഞ സാധനം, നമ്മൾ ഈ പല്ലിൽ ക്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നീല ലൈറ്റ് അടിച്ചൊരു സാധനം ഫിക്സ് ചെയ്യില്ലേ, ആ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ജെല്ലിൻ്റെ ഒരു വേർഷനാണ് നമ്മൾ നെയിൽസി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ടീത്ത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ റൂട്ട് കനാലൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അക്രിലിക് എന്ന് പറഞ്ഞ പൗഡറാണ് അക്രിലിക് എക്സ്റ്റൻഷൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 100% സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് ക്ലയൻറ്റിനെ ഹാർട്ട് ചെയ്യാത്ത വിധത്തിൽ ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞും അതിന്റെ ശ്രദ്ധ അതുപോലെ തന്നെ തുടരുകയും വേണം. അത് ചെയ്തു പോയി എന്നതുകൊണ്ട് കഴിഞ്ഞില്ല. ഇല്ല, അത് കഴിഞ്ഞിട്ട് ക്ലയൻസ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ സ്റ്റെബിലിറ്റിയും വരുന്നത്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാ? ഓരോ സമയത്തും ഇങ്ങനെ നെയിൽ ആർട്ടിൽ ഓരോ ട്രെൻഡുകൾ വരുന്നത് കാണാം. ചിലപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, ചിലപ്പോൾ ന്യൂഡ് കളേഴ്സ് ആണ്, ചില സമയത്ത് വളരെ കളർഫുൾ നെയിൽസ് കാണാം. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ് താര? മച്ചാമോസ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ജെൽ പോളിഷ് ഷെയ്ഡിൽ വന്നേക്കുന്നത്. നമ്മുടെ ഷെയ്ഡ്സൊക്കെ ഈ പറയും പോലെ വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ആണോ ഫ്ലൂറസൻ ഷെയ്ഡ്സ് ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് മെറ്റ് ഗാലയിലാണ്. പാൻറ്റോൺ ആണ്
ഡിസൈഡ് ചെയ്യുന്നത്. ഒരു മെറ്റ് ഗാല ഇവന്റ് കഴിയുമ്പോൾ പുതിയ ട്രെൻഡ് വരും. ആ കളേഴ്സ് ആയിരിക്കും ആ ഇയർ ഫുള്ള് എല്ലാത്തിലും, ക്ലോത്തിങ്ങിലായാലും ഷൂസ്, ബാഗ്സ് എല്ലാത്തിലും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഈ സമയത്തെ ട്രെൻഡ് ഏതാണ് കളർ? ചോക്ലേറ്റ് ഷെയ്ഡ്സ് ആണ്. ചോക്ലേറ്റിന്റെ ഡാർക്ക് തൊട്ട് ഏറ്റവും ലൈറ്റർ വേർഷൻ വരെ. ലൈറ്റർ വേർഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ ഫ്രഞ്ച് ഒക്കെ ചെയ്യുന്ന ന്യൂഡിൽ ചെന്ന് നിൽക്കും, അതുവരെ ഉള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ശരി, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താരയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയത് താരയുടെ സ്റ്റുഡിയോ പറ്റിയിട്ടാണ്. അത് നമ്മൾ എങ്ങനെയാണോ വന്നത് ആ വഴി മറക്കാതെ നമ്മളെപ്പോലെയുള്ള സ്ത്രീകളെ കൂടി കൂട്ടിച്ചേർത്താണ് താര ആ സ്റ്റുഡിയോ കൊണ്ടുപോകുന്നത്. അത് എനിക്ക് വളരെ സന്തോഷമായി, അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. താരയുടെ കൂടെയുള്ളവർ ഇപ്പം 5 വർഷമായി, അവരെക്കുറിച്ചും കൂടെ പറയൂ. ഒരുപാട് പേര് ഇടയിലിടയിൽ ഡ്രോപ്പായി പോയിട്ടുണ്ട്. എന്നാലും എടുത്തു പറയേണ്ടത്, ഞാൻ എപ്പോഴും പറയും, എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു നെടും തൂണെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ ഫാമിലിയാണ്. അതേപോലെ തന്നെയാണ് ഞാൻ തുടങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞപ്പം എൻ്റെ കൂടെ വന്ന ആളാണ് വീണ. ഹസ്ബൻഡ് പുറത്താണ്. വീണ എന്താ പറയുന്നത്, ഞങ്ങൾ ഒരു വള്ളത്തിലിരുന്ന് ഹൊയ് ഹൊയ് എന്ന് തുഴഞ്ഞ പോലെ എപ്പോഴും ഒരു ബിസിനസ് ഹൈപ്പിൽ തന്നെ ആയിരിക്കില്ല, ഡ്രോപ്പായി ഇനി നമ്മൾ എന്ത് ചെയ്യും വീണേ, നമുക്ക് നോക്കാം ചേച്ചി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. പിന്നെ ഡിവോഴ്സ് ആയവരുണ്ട്, സിംഗിൾ മദേഴ്സ് ഉണ്ട്. ഭയങ്കര സോഷ്യൽ വർക്കർ ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ അങ്ങനെ എല്ലാവരെയും സെലക്ട്, ലുക്ക് നോക്കി മാത്രം സ്ഥാപനങ്ങളിൽ ജോലിക്ക് ആളിനെ എടുക്കുന്ന ഒരു പ്രവണത നമുക്കിപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങനെയല്ല, അവർക്ക് കാലിബർ ഉണ്ടോ, എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും ഒരു കഴിവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കതൊന്ന് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഹെൽപ്പായിരിക്കും. അവർ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എനിക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാം, കാരണം അവർ ഭയങ്കര ഫ്രഷാണ്, എനിക്ക് നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അവരെ. ആ ഒരു പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നുകയാണ്, ഇപ്പോൾ നെയിൽ ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വളരെ നന്നായിട്ട് മികച്ച രീതിയിൽ വിജയിപ്പിക്കാവുന്ന ഒരു സംരംഭമാണ് അല്ലേ ഒരു നെയിൽ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പം ഒരാൾക്ക് ഇത് കാണുമ്പോൾ തോന്നുകയാണ് എനിക്ക് നെയിൽ ആർട്ട് പഠിക്കാൻ പറ്റുമോ, എന്തൊക്കെയാണ് എനിക്ക് വേണ്ട മിനിമം യോഗ്യതകൾ നെയിൽ ആർട്ട് പഠിക്കാൻ, എങ്ങനെ പഠിക്കാം, ഇതൊക്കെ സ്വാഭാവികമായി വരാവുന്ന അടുത്ത സംശയങ്ങളാണ്. അതെ, ഞാൻ അക്കാഡമിയും റൺ ചെയ്യുന്നുണ്ട്. അക്കാഡമിയിൽ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്ന് പറയുമ്പം ഇതിന്റെ പേരൊക്കെ വായിച്ചാൽ മനസ്സിലാവണം, ഈ സാധനങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ കണ്ടാൽ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ ഇത് പഠിക്കാം. ഒന്നും വേണ്ട, കേൾക്കാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ പോലും പഠിക്കാം. എൻ്റെ കഴിഞ്ഞ ബാച്ചിലൊരു കുട്ടി പഠിച്ചിറങ്ങി. കുട്ടി ഡെഫ് ആൻഡ് ഡം ആണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു നെയിൽ പഠിക്കാനായിട്ട്. ആ കുട്ടിയെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ഇത്രയും ദിവസത്തെ ഒരു നെയിൽ ടെക്നീഷ്യൻ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ബേസിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ടാവും? നിയർലി 100-200 ആയിട്ടുണ്ടാവും. ശരി. അപ്പോൾ ഇനി നെയിൽ ആർട്ട് സ്റ്റുഡിയോയിൽ ഡി ആർട്ടിസ്ട്രി അതിൻ്റെതായ ഒരു പേരൊക്കെ പതിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം, എപ്പോഴും എനിക്ക് തോന്നുന്നത് വളരെ അംബീഷ്യസ് ആയ ഒരു പെൺകുട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത ലക്ഷ്യം കുറച്ചുകൂടെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. കുറച്ചുകൂടെ ആൾക്കാർക്ക് ജോലി സാധ്യത ഇവരെ നന്നായിട്ട് പഠിപ്പിച്ചെടുത്ത് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ തോന്നും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനല്ലേ. അത് തന്നെയാണ് ഏതൊരു എന്റർപ്രണറിന്റെയും ലക്ഷ്യം, വരുമാനം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. പക്ഷേ അതെ, അവരെ കൂടെ നിൽക്കുന്നവർക്ക് കൂടെ ഒരു വരുമാനം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഏതൊരു പെണ്ണിനാണെങ്കിലും ഒരു വരുമാനം ഉണ്ടാവണം. അതിപ്പം ഹസ്ബൻഡ് എത്ര തങ്കം പൊന്നെ നോക്കിയാലും നമുക്ക് തനിയെ തോന്നില്ലേ ഈ ഒരു സാധനം അതിപ്പോൾ വേണ്ട, എൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന് പറയുമ്പോൾ എൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മേടിക്കാമല്ലോ എന്ന് തോന്നില്ലേ. ഇപ്പം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ്ലി കിട്ടുന്ന വരുമാനം മുഴുവൻ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും ചിലവാക്കുന്നത്. എന്നാൽ പോലും മക്കൾക്കാണെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മിനിമം വരുമാനം. എത്ര സമയത്തെ കോഴ്സാണ് താര നമ്മൾ നെയിൽ ആർട്ടിന് പൊതുവേ എങ്ങനെയാണ് ഈ കോഴ്സ് എങ്ങനെയാണ്? 3 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പ് തൊട്ട് 30-45 ഡേയ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ഡേയ്സിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത് ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും. ബാക്കി ഇവർ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. 2 മന്ത്സിൻ്റെ അസിസ്റ്റൻസ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും ഷോർട്ട് പീരീഡിൽ വരെ ഇത് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കും. പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് എങ്കിൽ. എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ബേസ് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നവർക്കും ആ രീതിയിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. പ്രോപ്പർ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസാണ് നമ്മളിൽ പെർഫെക്ഷൻ ഉണ്ടാക്കുന്നത്. കാരണം ഒരു അക്രിലിക് എക്സ്റ്റൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടെമ്പററി എക്സ്റ്റൻഷൻ ചെയ്യാൻ മിനിമം 3 hours വരെ എടുക്കുന്നവരുണ്ട്. 3 to 4 hours ഒക്കെയാണ് പെർമനൻറ്റ് എക്സ്റ്റൻഷൻസ് ചെയ്യാൻ എടുക്കുന്നത്. ആ സമയം എനിക്കൊരു അക്രിലിക് എക്സ്റ്റൻഷൻ ചെയ്യാൻ 1.5 hours മതി. അത് പലയിടത്തുനിന്ന് റെഫറൻസ് എടുത്ത് എങ്ങനെ നമ്മുടെ ടൈം ചുരുക്കി പെർഫെക്റ്റ് ആയിട്ട് നെയിൽസ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾ എൻ്റെ പേജസിൽ കയറി നോക്കിയാൽ അറിയാം, ഫോട്ടോസൊക്കെ ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം അത്രയും പെർഫെക്ഷനിൽ നാച്ചുറൽ ലുക്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ശരി. അപ്പോൾ ഇപ്പോൾ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് ക്ലാസ് കഴിയും, നാളെ കുറച്ച് പ്രോഡക്റ്റുമായിട്ട്. അല്ല, ഞാൻ അങ്ങനെ ഒരു സംശയം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത്, ഇപ്പോൾ പല സലൂണിലൊക്കെ നമ്മൾ പോയാൽ അതിൻ്റെ കൂടെ അവിടെ ഒരു നെയിൽ ആർട്ടും കൂടി ഉണ്ട് എന്ന് കാണാം. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ പെട്ടെന്ന് ചെന്ന് പ്രൊഫഷണൽ അല്ലാത്തടത്ത് ചെന്ന് തല വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് കൂടിയാണ് അല്ലേ? അതെ അതെ. അത് ഇപ്പം എല്ലാവരും എക്സ്പീരിയൻസുമായിട്ടല്ല വരുന്നത്. അപ്പം നമുക്കൊരു ഇതുണ്ടാവണം, നമ്മളൊരു ഫ്രഷ് ഹാൻഡ് ആണ്, എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. ഞാൻ ഫ്രഷ് ഹാൻഡ് ആണ്, പുതിയതായിട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ കൈകളിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇവർക്ക് ഇതും കൊണ്ട് പുറത്തിറങ്ങേണ്ടതാണ്. ഭയങ്കര സൂക്ഷിച്ച് അത്രയും ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. നമ്മൾ കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള പെർഫെക്ഷനും നമുക്ക് അതിനനുസരിച്ചുള്ള സ്പീഡും ഉണ്ടാവും. അല്ലാതെ തെറ്റ് പറ്റുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ആ തെറ്റ് ഇപ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ അതെങ്ങനെ നെക്സ്റ്റ് ടൈം അത് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് നമ്മുടെ ഭാഗത്തെ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്ഥിതി ഉണ്ടായാൽ മതി. ഈ പ്രൊഫഷനിൽ ആർക്കും ഷൈൻ ചെയ്യാം. ശരി. അപ്പോൾ അങ്ങനെ ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന താരയ്ക്ക് എല്ലാ ആശംസകളും, മനസ്സിലെ ഗിന്നസ് റെക്കോർഡ് ആഗ്രഹവും, ഒപ്പം ഈ പറയുന്നത് പോലെ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാനും കുറേ പേർക്കെങ്കിലും ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനത്തിൻ്റെ കൈ കൊടുക്കാനും ഒക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് താര, ഇവിടെ വന്നതിനും എല്ലാം വളരെ വിശദമായി പറഞ്ഞതിനും. നെയിൽ ആർട്ടിസ്ട്രി അതൊരു വെറും ഒരു ടെക്നിക്കൽ സ്കിൽ മാത്രമല്ല, അതൊരു ആർട്ടാണ്. ആ ആർട്ടിൽ വേൾഡ് റെക്കോർഡ് വരെ നേടിയ ആളാണ് താര. താരയാണ് ഇന്ന് ന്യൂസ് 3യിൽ നമുക്കൊപ്പം അതിഥിയായെത്തിയതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. താങ്ക് യു.